ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സംബന്ധിച്ച് ഇന്ന് നിർണായക യോഗം ചേരും. സെക്യൂരിറ്റി ചുമതലയുള്ള ഐജിയും ഗവർണറുടെ എഡിസിയും CRPF പ്രതിനിധിയും ഇന്നത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. Z+ സുരക്ഷ നൽകിയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇന്നലെയാണ് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷയ്ക്കായി CRPFനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഇന്നലെ കൈമാറിയത്. ഗവർണറുടെ സഞ്ചാരപാതയിലും പരിപാടികളിലും SFI പ്രവർത്തകർ നടത്തുന്ന അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. അതേസമയം ഇന്ന് ചേരുന്ന സുരക്ഷാ അവലോകന യോഗമായിരിക്കും പോലീസും കേന്ദ്രസേനയും ഏതൊക്കെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. രാജ്ഭവന്റെ സുരക്ഷാ ചുമതല പോലീസിന് മാത്രമായിരിക്കുമോ, ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് മാത്രമായി മാറ്റുമോ തുടങ്ങിയ കാര്യത്തിലെല്ലാം ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്ന് യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് CRPF DIG രാജ്ഭവനും DGPക്കും കത്ത് നൽകിയിരുന്നു. സെക്യൂരിറ്റി ചുമതലയുള്ള ഐജിയും ഗവർണറുടെ ADCയും CRPF പ്രതിനിധിയും ഇന്നത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം.